ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ താമസിക്കുന്ന ഒരു മരത്തിൻ്റെ മേലെ വന്നുകൂടിയ തേനീച്ചകളാണിത്. അപ്പം അതിനെ തുരത്താൻ കൊല്ലാതെ അതിന് പ്രകൃതിക്ക് ഒരു കേടുപാടുകൾ കൂടാതെ അതിനെ തുരത്തി വിടാനുള്ള ഇക്ക അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇക്കാനോട് ചോദിക്കാം ഇതിൻ്റെ കാര്യങ്ങൾ. ഇക്കത് എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഇതിനെ പുകയ്ക്കും. പുകച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പോകും. അപ്പം തന്നെ കുറേ പാറിപ്പോകും. പിന്നെ ബാക്കിയുള്ളത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അതിനൊക്കെ നമ്മൾ കൈ കൊണ്ടെടുത്ത് ഒഴിവാക്കണം വേണം. വേറൊരു രീതിയിലും ഒരാൾ പോവില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ വീണ്ടും ഒരു അവിടെ തന്നെ വന്നിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഒറ്റ ദിവസം ഇത്രയും വലിയ ഒരു കുറച്ച് മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വലിയൊരു കൂട് ഇവിടെ ഉണ്ടായത്? ഇത് എങ്ങനെയാണ് ഇതിവിടെ സംഭവിക്കുന്നത്? ഇത് ഇവർ വേറെ സ്ഥലത്തു നിന്ന് മുട്ട വിരിഞ്ഞിട്ട്, ഈ മുട്ട വിരിയുമ്പോൾ അതിൽ 1, 2, 3 ചിലപ്പോൾ റാണികളുണ്ടാവും. ആ റാണികൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 80% ഈച്ചകളായിട്ട് പുതിയ റാണി പോവും. അങ്ങനെ വന്നിരിക്കുന്ന ഇതാണിത്. അതുകൊണ്ടാണ് ഇത്ര അധികം വരുന്നത്. ഒരു 20% മാത്രമേ അതിലുണ്ടാവുള്ളൂ പഴയ റാണിയുടെ കൂടെ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ കൂടിനെ നമ്മൾ പുകച്ച് വിടുന്നത് കൊണ്ട് ഇല്ല. ഇതാണ് ഏറ്റവും ശരിയായ രീതി, ശരിയായിട്ടുള്ള രീതി ഇതാണ്. മറ്റത് കത്തിക്കുക, അതിലിങ്ങനെ വിഷടിക്കുക, ഒക്കെ ചാവുക ചെയ്യുക. ഇതാകുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മളതിനെ ഒഴിവാക്കുക ചെയ്യുക. നമ്മൾ പുകച്ചിട്ട് നമ്മൾ അതിൻ്റെ അവിടെ നിന്ന് പറത്തുക, കത്തിക്കുക, അവരുടെ ദ്രോഹിക്കുക. അങ്ങനെ ദ്രോഹിക്കാന്ന് പറഞ്ഞാൽ ശരിയായിട്ട് നോക്കുക ദ്രോഹം തന്നെയാണ്. കാരണം അവരെ വന്നിരിക്കുമ്പോൾ അവരെ, പക്ഷെ നമുക്കത് മനുഷ്യന് ശല്യാവുന്ന രീതിയല്ലേ. കാരണം ഇതിന് കാക്ക, പരുന്തോ അതൊക്കെ ഒന്ന് കുത്തുമ്പോൾ നമുക്കത് ഉപദ്രവമായി മാറും. ആയിക്കോട്ടെ, നമുക്ക് ചെയ്ത് നോക്കാമല്ലോ അല്ലേ? ഇത് നമ്മളെ കിണറിലാണ്, കിണറിൻ്റെ മേലെയാണ് കൂട് വന്നത്. അതുകൊണ്ട് കിണറിൻ്റെ സേഫ്റ്റിക്ക് ടാർപ്പായിട്ടിട്ട് ഇങ്ങനെ മൂടണം എന്നുള്ളത് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ടാർപ്പായ സംഘടിപ്പിച്ചിട്ടാണ് ഇത് മൂടിയിട്ടുള്ളത്. പിന്നെ അതിനൊപ്പം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കോളി വെച്ചിട്ട് ഒരു ഏകദേശം 15 അടി ഹൈറ്റിലാണ് ഈ തേനീച്ചക്കൂടുള്ളത്. അപ്പോൾ കോണി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. Yes, correct. ഇരുന്നപ്പോഴാണ് അത് കൈകോട്ട പോകണം, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ടൊന്നല്ല. നമ്മളിപ്പോൾ ഇവിടെ പോയിട്ടുണ്ട്. ഏട്ടന്മാരോട് പറഞ്ഞില്ലേ പുറത്തെ സ്വാമിമാരോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ലേ? അല്ല അവിടെ നിന്ന് പഠിക്കൊള്ളുന്നു. അടാവണല്ലോ, അടായിട്ടില്ലേ വേണ്ടി ഇരിക്കണല്ലേ.
അതായിട്ടില്ല അതല്ലേ അതാ വന്നിട്ട് ഇരുന്നിട്ട് ആവണുള്ളൂ അതായ നമ്മള് മാറി നിന്നിട്ട് വന്നിട്ട് വേറെ ഒന്നും ഇരുന്നിട്ടില്ലുള്ളൂ. ഈ ആ തേനീച്ചക്കൂടിനെ ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും വീടുകൾ തിങ്ങിയുള്ള ഒരു സ്ഥലത്താണ്. എല്ലാ ആളുകൾക്കും വളരെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ ഈ തേനീച്ചനെ ഇവിടുന്ന് തുരത്തി വിട്ടത്. ഈ ഏട്ടനാണത് നമുക്ക് ചെയ്തു തന്നത്. എവിടെയാണ് ഏട്ടൻ്റെ സ്ഥലം വരുന്നത്? എൻ്റെ സ്ഥലം കോതച്ചിറയാണ്. ആ, അപ്പോൾ ഇതേപോലെയുള്ള എത്ര ഉയരത്തിലാണെങ്കിലും എല്ലാ കൂടും കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കാരണമാണ് നമ്മളിപ്പോൾ മറ്റുള്ള സംവിധാനങ്ങളും നമുക്ക് ചെയ്യാൻ നമ്മൾ കയറ് ഹുക്ക് പോലെ തന്നെ ബെൽറ്റുകൾ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മൾ വലിയ വലിയ മരങ്ങളിലൊക്കെ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയൊരു 10-15 അടിയോളം മാത്രമേ ഈ ഹൈറ്റ് ഉള്ളൂ. ഇതിപ്പോൾ വന്നത് ഏകദേശം ഒരു 2-3 ദിവസമായിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് അവിടെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇവിടെ ഞങ്ങളുടെ തേൻ്റെ ഒരു സീസണാണ് വരാൻ പോകുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നല്ല തേൻ കിട്ടുന്നൊരു സീസൺ കൂടിയാണ്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് കത്തിക്കുകയോ അതേപോലെ തന്നെ സ്പ്രേ അടിച്ച് വിഷമടിച്ചിട്ട് അവരെ കൊല്ലുന്ന ഒരു പരിപാടിയൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇവരെ ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. അവർക്ക് അധികം ഇപ്പം തന്നെ കണ്ടു 4-5 മാത്രമാണ് അവിടെ. അതെ അതെ, തീർച്ചയായിട്ടും ഒരു 5-6 ഈച്ചകൾ കൂടിക്കഴിഞ്ഞ ഒരു 10 ഈച്ചകൾക്ക് മാത്രമാണ് അവിടെ ഒരു എന്തോ സംഭവിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇപ്പോഴും പറന്ന് നടക്കുക തന്നെയാണ്. ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ ശരിക്കും ഒരു പ്രകൃതി സ്നേഹികൾ പറയില്ലേ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ കാരണം വെച്ചാൽ അവരുടെ പ്രകൃതിക്ക് ഏറ്റവും വലിയ നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ പച്ചക്കറി എന്ത് ഇതായാലും അവർ പരാഗണം നടത്തുന്ന ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നവരെ കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാം. പക്ഷെ ഈ കൊല്ലുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ്. കാരണം വെച്ചാൽ അവര് നമ്മളതിനെ കുത്തുവോ എന്നുള്ള പേടിച്ചിട്ടാണ് അവർ ആദ്യം തന്നെ അവിടെ മൊത്തം കത്തിച്ചാണ് കളയാണ്. മൊത്തം വിഷം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യില്ല. അങ്ങനെയാണ്. പക്ഷെ നശിച്ചു പോവാണ്. പക്ഷെ അവര് കൊല്ലുകയാണ്. അപ്പൊ നമ്മുടെ സുരക്ഷിത ഓർത്തിട്ടാണ് അവരങ്ങനെ ഞാനത് ചെറുപ്പത്തില് ഇതേപോലെ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒക്കെ വന്നിട്ട് ഇത് എടുക്കുന്ന കണ്ടിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാനും ഇതേപോലെ പണ്ട് ഭയങ്കര സുരക്ഷിതമായിട്ടായിരുന്നു ഞാനിതൊക്കെ പണ്ടൊക്കെ എടുക്കാൻ പഠിച്ചത്. ഇത് കണ്ടു പഠിച്ചു. പിന്നെ അവര് നമുക്കിങ്ങനെ പറഞ്ഞു കാണിച്ചു. നമ്മൾ വളരെ ചെറിയ കുട്ടികൾ, നമ്മൾ അടുത്തവരെ പോയി അത് പണ്ട് ചെയ്യുമ്പോ കുറെ കോട്ട്, കുറെ ഷർട്ട്, ഹെൽമെറ്റ് തലൊക്കെ കൂട്ടി പിടിച്ചിട്ടാണ് നമ്മളിത് പഠിക്കണത്. ഇത് മറ്റൊപ്പം വന്നാളോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യകാലങ്ങളിൽ ഇതിൽ തന്നെ യൂട്യൂബിൽ എടുക്കുന്ന ഇത്രയും ഇതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഈ തലയിൽ പെട്ടതില്ലേ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഇടണ്ട. ഇതിന് മുന്നത്തിലും ഞാൻ തലയിലൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ട് ഞാൻ പുതിയത് മേടിച്ചിട്ട് എല്ലാവരും ഇതേപോലെ പറയണം അത് വളരെ സുരക്ഷിതല്ലേ പറഞ്ഞിട്ട് ആളുകൾ പറയുമ്പോൾ ശരിയാണ്. എനിക്കും തോന്നി ഇന്ന് സുരക്ഷിതല്ല, നമുക്ക് സുരക്ഷിതമാവാം എന്ന് വെച്ചിട്ടാണ് ഈ കോട്ട് മേടിച്ചത്. ഫസ്റ്റ് കോട്ട് മേടിച്ച ഫസ്റ്റത്തെ പരിപാടി ഇവിടെയാ. ബാക്കിയുള്ളടത്തൊക്കെ ഈ ഷർട്ട് ഇതേപോലെ ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ. ഷർട്ട് ചിലപ്പോൾ ഒരു മുണ്ടായിരിക്കാം, അങ്ങനെ ഒരു ഇതില്ല.
അങ്ങനത്തെ അല്ല നമ്മൾ എന്താണ് ധരിക്കുന്നത് എന്നുള്ളതിൽ പ്രശസ്തി ഇല്ലല്ലോ, പിന്നെ നമ്മളെ കഴിവിനാണല്ലോ അത്. ആരോട് അന്വേഷിച്ചപ്പോൾ അവർ കൊല്ലുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അല്ല ഞാനിപ്പോ അല്ലാണ്ട് എങ്ങനെ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക. ഞാനിപ്പോ എന്താ പറയാ, ഓരോരുത്തരോട് പറയാ ഇവിടെ അത് ഭയങ്കര റിസ്ക് ആണ് ഇങ്ങനെ പറയുമ്പോ ശരിയാണ് നമുക്ക് തോന്നുകയാണ്. കാരണം നമുക്ക് തോന്നിച്ചാൽ ശരി തന്നെയാണ്, റിസ്ക് തന്നെയാണ്, അവരുടെ കടലിൽ അതങ്ങനെയാണ്. റിസ്ക് തന്നെയാണ്. പക്ഷെ നമ്മളത് റിസ്ക് അല്ല, നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യും. ഇതാണ് എന്താ പറയാ, വാശി, അങ്ങനെ ഒരു വാശി പിടിക്കരുത്. ശരിക്കും നമ്മളൊരു വാശി പിടിക്കാണ്ട് അത് ശരി തന്നെ നമ്മൾ നല്ലതല്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു കോണി മതി എന്ന് പറഞ്ഞ് അപ്പൊ ഞാന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യുന്ന പറ്റുന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങൾ കുറച്ച് എന്തായാലും ഒരു 20% ചാവെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതൊന്നും കാണാനില്ല, അതൊന്നുമില്ല. 3-4 എണ്ണം ഒഴികെ നമ്മൾ പുകച്ച എന്തിനാ വെച്ചാൽ അതിനൊന്നും വല്ല ഇവിടുന്ന് എവിടുന്നേലും ദൂരത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോട്ടെ എന്നുള്ളതാണ്. ഇല്ല, അത് ഞാനിപ്പോ അവിടെ പേപ്പറിനെ പറ്റിയിട്ടുണ്ട്, കുറച്ച് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം ശനി അവിടെ വന്നിരിക്കും, പേപ്പറിനെ നമുക്ക് നമ്മള് ഹിറ്റ് ആകുമ്പോൾ കുറച്ച് ഇതുണ്ടാവും. അവിടെ വന്ന് ആ സ്മെല്ലടിക്കുമ്പോൾ അവർ വന്ന് ശനി അവിടെ വന്ന് ഇരിക്കരുത്. അവരുടെ ഈ ചെറിയ ചെറിയ മെഴുക് പോലെ ചെറിയ ഡോട്ട് ആയിട്ട് ഇപ്പോൾ ഉണ്ടാവും അവിടെ, അതിനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ചെറിയ ഇരുന്ന ഭാഗങ്ങളിൽ ഡോട്ടായിട്ട് ഇങ്ങനെ ചെറിയ മെഴുകൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവും. ആ ഡോട്ടുകളെ നമ്മൾ നശിപ്പിച്ച് വീണ്ടും വരും. പിന്നെ ഇപ്പൊ റാണി ഇതെല്ലാരും കൂടി ഒരുമിച്ച് പോകും. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ പറഞ്ഞു അത് നമുക്കിങ്ങനെ ഇതില്ലാത്ത കാരണം തോന്നുന്നതാ. വേറെ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണേ ഈ പാടങ്ങളൊക്കെ ഉണ്ടാവാണ്ട. ഇവിടൊക്കെ നോക്കി, ഇവിടൊക്കെ ഏട്ടൻ വന്ന് ഏട്ടൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയും അതിലുപരി ഇവിടെ ഉള്ള തൊട്ടടുത്താണ് എല്ലാ വീടുകളും. ഇത്രയും വീട്ടുകാർക്ക് വരെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് ആ തേനീച്ചകൾക്ക് പോലും ഒരു ദോഷം വരാത്ത രൂപത്തിൽ ആ കൂട് ഒഴിപ്പിച്ച് തന്നതിന് ഏട്ടന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കടപ്പാടും അറിയിക്കുന്നു.